ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നാടൻ ബീഫ് കറി വെച്ചാലോ? സ്റ്റാർട്ടിങ് തൊട്ടെടുക്കാൻ വിട്ടുപോയി. ഞാൻ പറയാം എങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യം ഇരുമ്പേട്ടി വെക്കാം. ഇരുമ്പേട്ടി വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനത് കടുക് പൊട്ടിക്കുന്നില്ല. കറി മസാല, ഗ്രാമ്പൂ, പെരുംജീരകം അങ്ങനത്തുള്ള എല്ലാം ഒന്നിട്ട് വഴറ്റി അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ നാളികേരം ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം. തോനെ മസാലയൊന്നും ചേർക്കുന്നില്ല. ഞാനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഞാൻ അതിന് മുമ്പ് ബീഫ് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് ചെറുതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതൊന്ന് പുരട്ടി ഒന്ന് വേവിച്ച് വയ്ക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് എളുപ്പമാവും. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബീഫ് മസാലയാണ്. സാധാ മസാല നമ്മൾ ആദ്യം വഴറ്റിയിട്ടുണ്ടെങ്കിലും കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വരട്ടിയെടുക്കാം. നമ്മൾ വരട്ടിയെടുക്കുമ്പോഴാണ് ആ ബീഫ് കറീൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ലപോലെ കുറുകി വരികയും ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അല്ല ഒത്തിട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ബീഫിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ബീഫിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് സവാളയും എല്ലാം കുറുകി വരണ്ടിരിക്കുന്ന എല്ലാം കൂടി ഇതിനകത്തോട്ട് യോജിപ്പിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് കുറച്ച് നേരം അതിന് മുമ്പിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ബീഫിലും ഉപ്പിട്ട് വേവിച്ചു. സവാള വഴറ്റുന്നതിനും ഉപ്പിട്ടിട്ടാണ് വഴറ്റിയത്. അപ്പം നല്ലപോലെ അപ്പോൾ അതും കൂടി പറയാം. ഉപ്പും കൂടി ഇട്ടിട്ട് എടുക്കുമ്പോൾ അപ്പം നമുക്ക് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ തീ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അതായത് ഒന്ന് ഇളക്കി നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ബീഫിനകത്തുള്ള വെള്ളം തന്നെ നല്ല വറ്റിച്ച് ഡ്രൈ ആക്കുന്നില്ല. എന്നാലും നല്ല വറ്റിച്ച് ഗ്രേവി നല്ല കുറുകുറാന്നിരിക്കുന്ന തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്ന പരുവത്തിലാണ് എടുക്കുന്നത്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് മൂടി തുറന്നിട്ട് നോക്കാം പരുവായോന്ന്. അപ്പോൾ കുറച്ച് ഗരം മസാലേൻ്റെ കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ സൈഡിലും വറ്റിയിട്ടുണ്ടോ എന്നൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അത് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്ന്. നമ്മുടെ നെയ്യെല്ലാം മേളിൽ വന്നിട്ടുണ്ട്. കറി നല്ലപോലെ വറ്റി നല്ലപോലെ കുറുകി റെഡി ആയിട്ടിട്ട് കുറച്ച് കറി മസാല ഇട്ടപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇനി നമ്മുടെ കറി റെഡിയായ സ്ഥിതിക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കൊടുത്ത് ഇളക്കി എല്ലാ സൈഡിലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാ സൈഡിലും ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാവും. അപ്പോഴത്തേക്ക് ബീഫ് കറി റെഡിയായി. ഗ്രേവിയെല്ലാം കുറുകി വറ്റി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ബീഫ് കറി അപ്പോഴത്തേക്ക് റെഡിയായി. നമുക്കിനി അത് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ ചീനിയുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. കപ്പ അത് കഴുകി വൃത്തിയായിട്ട് അടുപ്പിൽ വെച്ച് തിളച്ചിട്ടുണ്ട്. നമുക്കത് വാർത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി മാത്രമാണ്. തേങ്ങ ഇടുന്നവരും ഉണ്ട്. നമ്മളത് ഇട്ടിട്ടില്ല. അതിട്ടതിന് ശേഷം ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറിയും ചീനിയും റെഡി.